നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം സർക്കാരിന് ദുഷ്പേര് കേൾപ്പിച്ച ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. നിരവധി വീഴ്ചകൾ ആരോഗ്യവകുപ്പിൽ ഉണ്ടായി. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷം വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കെയാണ് ഇത്തരത്തിൽ നിരവധി പരാതികൾ ആരോഗ്യവകുപ്പിന് എതിരെ ഉയരുന്നത്. ആരോഗ്യവകുപ്പിൽ നടന്ന അഴിമതി ആരോപണങ്ങൾ മുതൽ ഇങ്ങോട്ട് ആരോഗ്യ രംഗത്തുണ്ടായ പലതരത്തിലുള്ള വീഴ്ചകൾ, ആശുപത്രികളിൽ ഉപകരണങ്ങളും മരുന്നുമില്ല എന്ന് ഡോക്ടർമാർ വിളിച്ചു പറയുന്നു, വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവ് ഉണ്ടാകുന്നു. ആ ചികിത്സാ പിഴവുകൾ കാരണം ധാരാളം രോഗികളുടെ ജീവൻ വരെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇതെല്ലാം തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതായത് കഴിഞ്ഞ 5 വർഷം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യവകുപ്പ് ഒട്ടനവധി പഴികൾ കേട്ടിരുന്നു. സർക്കാരിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയത് ആരോഗ്യവകുപ്പിനെതിരായി ഉയർന്ന ആരോപണങ്ങളായിരുന്നു. എന്നാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യവകുപ്പ് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെയും അതിൻ്റെ PR വർക്കിൻ്റെയും ഒക്കെ മറവിൽ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. എങ്കിലും കോവിഡ് കാലത്ത് ആരോഗ്യവകുപ്പ് നടത്തിയ പർച്ചേസുകൾ വ്യാപകമായി വിവാദത്തിലായിരുന്നു. കാരണം മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന വിലയിലാണ് ഇത്തരത്തിൽ പല സാധനങ്ങളും വാങ്ങിയത്, PPE കിറ്റ് അടക്കം വാങ്ങിയത് എന്ന ആരോപണം പിന്നീട് ഉയർന്നിരുന്നതാണ്. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരമേറ്റിരിക്കുന്നു. പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിർണായകമായ ഒരു തീരുമാനം വന്നിരിക്കുന്നു. ആ തീരുമാനം എന്നത് കഴിഞ്ഞ 10 വർഷത്തെ ആരോഗ്യവകുപ്പിലെ പർച്ചേസുകൾ അന്വേഷിക്കാനായി ആരോഗ്യമന്ത്രി K മുരളീധരൻ ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷം ആരോഗ്യവകുപ്പിൽ നടന്ന പർച്ചേസുകൾ, ആ പർച്ചേസുകളുടെ സ്വഭാവം, എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്, ആ പർച്ചേസുകളിൽ അഴിമതിയുണ്ടോ, പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നെല്ലാം വളരെ കൃത്യമായി അന്വേഷിക്കാനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ സമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോവിഡ് കാലത്തെ പർച്ചേസുകളടക്കം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും എന്നതാണ് മറ്റൊരു കാര്യം. അതായത് കഴിഞ്ഞ 10 വർഷം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും ആരോഗ്യവകുപ്പിൽ നടന്ന എല്ലാ പർച്ചേസുകളും അന്വേഷണ വിധേയമാക്കാനാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രേഖാമൂലം. ഇത് സംബന്ധിച്ച് ഒരു വിദഗ്ധ സമിതിക്ക് രൂപം കൊടുക്കണമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരുമെല്ലാം ഉൾപ്പെടുന്ന വിദഗ്ധ സമിതിയാണ് രൂപം കൊടുക്കേണ്ടത്. ആ വിദഗ്ധ സമിതി ആയിരിക്കണം ഈ പർച്ചേസുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടത് എന്നുമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിന്റെ കീഴിൽ വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. മാത്രമല്ല പല മേഖലകളിലും ആവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങാത്ത ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒട്ടനവധി പരാതികൾ ആരോഗ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു. നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിരുന്നതാണ്. നിർണായകമായ ഓപ്പറേഷനുകൾ നടത്താനുള്ള ഉപകരണങ്ങൾ അത് ആശുപത്രിയിൽ ലഭ്യമല്ല, രോഗികളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് നമ്മൾ, ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വളരെ വൈകാരികമായ ഒരു പ്രതികരണം ഡോക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ആ ഡോക്ടർക്കെതിരെ അച്ചടക്ക നടപടി അടക്കം എടുക്കാനുള്ള ചില തീരുമാനങ്ങൾ അന്നത്തെ സർക്കാർ എടുത്തിരുന്നു. പക്ഷേ ജനവികാരം ഭയന്നാണ് അവർ അതിൽ നിന്നും പിന്മാറിയത്. അങ്ങനെ ആരോഗ്യവകുപ്പ് വലിയ പരാതികൾ കേൾപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ആ ആരോഗ്യവകുപ്പിന് വലിയൊരു ശുദ്ധീകരണം നടത്താൻ K മുരളീധരൻ ലക്ഷ്യമിടുന്നു എന്നതിൻ്റെ സൂചനയാണിത്. ആ ശുദ്ധീകരണത്തിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് അഴിമതി അടക്കം അന്വേഷിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലത്തെ പർച്ചേസുകൾ അന്വേഷിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. K മുരളീധരൻ വളരെ ശക്തമായ നിലപാടാണ് ഇതിൽ സ്വീകരിക്കുന്നത്. അധികാരമേറ്റ് മാസങ്ങൾക്കകം തന്നെ വിശദമായ അന്വേഷണം തൻ്റെ വകുപ്പിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളടക്കം മന്ത്രി പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നതാണ്. മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റലുകളും ജില്ലാ ആശുപത്രികളും അതുപോലെ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളും എല്ലാം സംസ്ഥാനത്തുണ്ട്. എങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ കിടക്കകൾ പോലും ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാന കാരണം മന്ത്രി നേരത്തെ കണ്ടെത്തി പറഞ്ഞിരുന്നു. മെഡിക്കൽ കോളേജുകളിൽ സൗകര്യമുണ്ടെങ്കിലും താഴെത്തട്ടിലുള്ള ആശുപത്രികളിൽ അതിനനുസരിച്ച സൗകര്യമില്ല. ഒരു
ഒരു ജനറൽ ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും തന്നെ ഇന്നത്തെ സംസ്ഥാനത്തെ ജനറൽ ആശുപത്രിക്ക് ഇല്ല. ഇത്തരത്തിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ താഴെത്തട്ടിലെ ആശുപത്രിക്കുള്ളത് കാരണമാണ് റെഫറൻസ് മെഡിക്കൽ കോളേജിലേക്ക് കൂടുന്നതെന്നും അതുകാരണമാണ് രോഗികളുടെ ആധിക്യം അവിടെ വർദ്ധിക്കുന്നത്, കിടക്ക പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നത് എന്നൊക്കെ മന്ത്രി വിശദീകരിച്ചിരുന്നു. എന്തായാലും ആരോഗ്യവകുപ്പിൽ സമഗ്രമായ ഒരു ശുദ്ധീകരണം ആവശ്യമാണെന്നും ആ ശുദ്ധീകരണത്തിൻ്റെ നടപടികളിലേക്ക് താൻ കടക്കുകയാണെന്നും അങ്ങനെ വരുമ്പോൾ ഈ ജീവനക്കാർ വളരെ കൃത്യമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരം സഹകരണം ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാരിനോട് സഹകരിക്കാത്ത ഉദ്യോഗസ്ഥരെ തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടും കസേര മാറ്റി ഇരുത്തേണ്ടി വരും എന്നതടക്കമുള്ള മുന്നറിയിപ്പ് നേരത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയിരുന്നു. മാത്രമല്ല ഈ ആരോഗ്യവകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ സർക്കാർ അറിയാതെ ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിലടക്കം നേരത്തെ കൃത്യമായ നടപടികൾ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ കെ മുരളീധരൻ സ്വീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നടപടിയാണിത് എന്ന് തന്നെ വിലയിരുത്താം. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആരോഗ്യരംഗത്ത് നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പായി ഇതിനെ കണക്കാക്കാം. അഴിമതി ആരോപണങ്ങൾ മുൻ സർക്കാരുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എങ്കിൽ തീർച്ചയായും ഇത് അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്നുള്ളതാണ് വസ്തുത. മുതിർന്ന ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പർച്ചേസ്, ആരോഗ്യവകുപ്പിലെ പർച്ചേസ് അന്വേഷിക്കാൻ പോകുന്നത്.